അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരുപാട് പേര് സഹിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് മനസ്സിന് സമാധാനമില്ലാത്തത് എന്താ, കടം കൊണ്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് കൂടുതൽ പേരും. ഈ ചാനലിലൂടെ ഇഷ്ക് മദീന എന്ന ഈ ചാനലിൽ ഞാൻ ഓരോ ദിവസവും നിങ്ങളോട് പറഞ്ഞു തരുന്ന ദിക്റുകളും സ്വലാത്തുകളും അതൊക്കെ കേട്ട് ചൊല്ലി എപ്പോഴും കമൻറ്റിലൂടെ ആയിട്ടും എഴുതി അറിയിക്കുന്ന കാര്യമാണ് എന്ത്, കടം കൊണ്ട് പ്രയാസമാണ്, ജപ്തിൻ്റെ വക്കിലാണ്, പണ്ടം പണയം വെച്ചിട്ടുണ്ട്, അതെടുക്കാനൊരു മാർഗവുമില്ല, ഇന്ന ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അങ്ങനെയുള്ള പ്രയാസം പറയുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ ഇന്നത്തെ ഒരുപാട് ദിവസമായിട്ട് ഒരുപാട് പേര് എന്നോട് വാട്സപ്പിലൂടെ പറയാറുണ്ട്, കടം വീടാൻ ദിവസമായിട്ട് നമ്മൾ ഓതേണ്ട സൂറത്തോ അല്ലെ സ്വലാത്തോ ദിക്റോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആക്കി നിങ്ങൾ ചെയ്യുമോ എന്ന്. അപ്പോൾ ഇൻഷാ അല്ലാ അങ്ങനെയുള്ളൊരു വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം. കാരണം കടം കൊണ്ടുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ഷമയോടുകൂടി, അതായത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ കേൾക്കുമ്പോഴാണ് അതിനുള്ള ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കേട്ട് ചൊല്ലിയിട്ട് ഇപ്പോൾ കടം വീട് ആണല്ലോ എന്നുള്ള മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇത് കേട്ട് ചൊല്ലാൻ പോകുന്നത് എങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഏതായാലും ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ, ചിലപ്പം എൻ്റെ കാര്യം നടന്ന് കിട്ടിയാലോ എന്നൊരു മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് പരിപൂർണ വിശ്വാസത്തോടുകൂടി ഇഖ്ലാസോട് കൂടിയിട്ട് നിയത്താക്കിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ദിവസമായിട്ട് ഓതി നോക്കുക, ചൊല്ലി നോക്കുകയൊക്കെ ചെയ്യട്ടോ. ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസം ഞാൻ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, മനസ്സമാധാനമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് എന്താ, അതിലൊന്നാമത്തേത് കടമാണ്. കടം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല, സമാധാനം കിട്ടില്ല അല്ലേ. എത്ര തന്നെ നമ്മൾ മനസ്സിനെ പിടിച്ചു വെക്കാൻ നോക്കിയാലും ആ കടത്തിലേക്കായിരിക്കും നമ്മുടെ ആ മനസ്സ് പോവുക. റബ്ബേ എനിക്ക് കടമുണ്ടല്ലോ അല്ലാ, എന്താണ് റബ്ബേ ഞാൻ കാട്ടുക, എങ്ങനെയാണ് ഞാനത് വീടി കിട്ടുക, ഒരുപാട് കടമുണ്ടല്ലോ, വീട് വിറ്റാലും അത് വീട്ടാൻ ഞങ്ങൾക്ക് കഴിയില്ല, പിന്നെ വീടും ഉണ്ടാവില്ല, മക്കളെയും കൊണ്ട് എവിടെ പോയി ഞാൻ താമസിക്കും റബ്ബേ. അങ്ങനെയുള്ള പ്രയാസമായിരിക്കും കൂടുതൽ പേർക്കും. അല്ല വിചാരിച്ചാൽ അതിനൊന്നൊരു സെക്കൻഡ് സമയം വേണ്ട, അള്ളാഹുവിലേക്ക് അങ്ങനെ ദുആ ചെയ്യുക, എപ്പോഴും അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ല ഒരു വഴി കാട്ടിത്തരുന്നേ ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നത്, അതായത് ബാങ്കിൽ ലോണുണ്ട്, അത് വീടി കിട്ടാനൊരു വഴിയില്ല, മാസത്തിൽ അടവടക്കാൻ പറ്റുന്നില്ല, അതുപോലെ ലോൺ അല്ലാണ്ട് പിന്നെ പണയം വെച്ച് സ്വർണമുണ്ട്, അതും വേറെ ആരോടെങ്കിലും കൂട്ടുകാരിയോടോ അയൽവാസിയോടോ കുടുംബത്തിൽപ്പെട്ടവരോടോ ഒക്കെ ബുദ്ധിമുട്ടും പ്രയാസവും കാരണമായിട്ട് പണ്ടം വാങ്ങി പണയം വെച്ചിട്ടുണ്ട്, അതവർ ചോദിക്കുന്നുണ്ട്, അതെടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ പ്രയാസമുള്ള നിങ്ങളാണ് എങ്കിൽ, ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുന്നവരുണ്ട് എങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ നിങ്ങൾ പരിപൂർണ വിശ്വാസത്തോടെ ഇഖ്ലാസോടു കൂടിയും ഇന്നു മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ നോക്കുക. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എന്ത്, അള്ളാഹിൻ്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, യാസീൻ ഓതണം. നമ്മുടെ ജീവിതത്തിലുള്ള സകല വിഷമങ്ങളും അള്ളാഹിനോട് നമ്മൾ പറയാതെ തന്നെ അള്ളാഹുവിനത് കാണാനും കേൾക്കാനും പറ്റും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് ഓരോരുത്തർ സഹിക്കുന്നത്, അതിനെല്ലാം അള്ളാഹു റാഹത്തും സമാധാനവും തരും. അതിപ്പോൾ കടം കൊണ്ടുള്ള പ്രയാസമാണ് നിങ്ങൾ സഹിക്കുന്നത് എങ്കിൽ ആ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അള്ളാഹ് നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് എന്താ, അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ദിവസമായിട്ടും ഓതണം. ഇനിയിപ്പോൾ നമ്മൾ സ്ത്രീകളാണ്, എപ്പോഴും എല്ലാ ദിവസവും നമുക്ക് യാസീൻ എടുക്കാൻ പറ്റാത്ത ടൈം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, ആ ടൈമിൽ സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലണം. അതാദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ ഒന്നാമത്തെ പറഞ്ഞ കാര്യം, ഒരു കോടി കടമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കടമല്ല വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ട് നിങ്ങൾക്ക്, മനസ്സിലൊരു സമാധാനമില്ലാത്ത ഒരാളാണ് നിങ്ങളിപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് എങ്കിൽ,
നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ദിവസമായിട്ട് ചെയ്യുന്നില്ല, അതായത് അള്ളാൻ്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മഗ്‌രിബിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ യാസീൻ നിർബന്ധമായിട്ട് ഓതണം. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിലുള്ള സകല ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും മാറിക്കിട്ടാൻ ഒന്നാമത്തെ ഒരു വഴിയാണത്. അള്ളാൻ്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം ആത്മാർത്ഥമായിട്ട്. അള്ളാൻ്റെ ഹബീബിലേക്ക്, അള്ളാൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിലേക്ക് സ്വലാത്ത് അധികരിപ്പിക്കണം. അത് ഒന്നാമതായിട്ട്. അതുപോലെ യാസീന്, ഫാത്തിഹ. ഇനിയിപ്പോൾ യാസീൻ ഓതാത്ത ദിവസം, പറ്റാത്ത ദിവസം, അതായത് നമുക്ക് എല്ലാ ദിവസവും ഫ്രീ ആവണം എന്നില്ല, നമുക്ക് എന്തെങ്കിലും ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഒരു 3 ഫാത്തിഹ അങ്ങോട്ട് ഓതുക ആ മഗ്‌രിബിൻ്റെ സമയത്ത്. അങ്ങനെ അത് യാസീൻ ഓതാൻ പറ്റില്ല എങ്കിൽ ഫാത്തിഹ എങ്കിലും ഓതണം. അതൊന്നാമതായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റിത്തരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങളെ കടങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്, കടമുള്ള ഒരാളാണ് നിങ്ങൾ, ഒരുപാട് കടമുണ്ട്, ബാങ്കിൽ സ്വർണമുണ്ട്, അങ്ങനെയുള്ള ഒക്കെ പ്രയാസം നിങ്ങൾക്ക് നേരിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾക്ക് പറ്റുന്നവരെണ്ണം സ്വലാത്തുൽ ഫാത്തിഹ് തന്നെ മനസ്സിൽ നിയ്യത്താക്കി ഒരു 33 എണ്ണെങ്കിലും, റബ്ബേ എനിക്കൊരുപാട് കടമുണ്ട്, ആ കടമൊന്ന് വീടിക്കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ് ഒരു 33 അല്ലെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 11 എണ്ണം ഞാൻ ചൊല്ലും ഇന്നു മുതൽ, ഞങ്ങളെ കടങ്ങളൊന്ന് വീടിക്കിട്ടാനും. അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് സമാധാനം അല്ലാഹ് തരാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് എന്നും സ്വലാത്തുൽ ഫാത്തിഹ് മുറുകെ പിടിക്കുക. അത് മനസ്സിൽ എന്ത് വേണം? ആ നിയ്യത്ത് വേണം. ഏത്? എൻ്റെ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നു മുതൽ എല്ലാ ദിവസവും ഒരു 33 സ്വലാത്തുൽ ഫാത്തിഹ് ഞാൻ ചൊല്ലും എന്നങ്ങോട്ടത് നിയ്യത്താക്കുക എല്ലാ ദിവസവും. അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫതഹ് ഓതാറില്ല എല്ലാവരും? ഒരുപാട് വിജയങ്ങൾക്കുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ്. ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ്. ആ സൂറത്തുൽ ഫതഹ് നിങ്ങൾ ഒരു തവണ എപ്പോഴെങ്കിലും, മഗ്‌രിബിൻ്റെ സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ അസറിൻ്റെ സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ളുഹർ നമസ്കാരം കഴിഞ്ഞിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടായിക്കോട്ടെ, എപ്പോഴാണ് നിങ്ങൾക്ക് ഒഴിവുള്ള ടൈം, നമ്മുടെ ഓരോരുത്തരുടെ ടൈമും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. ആ ഒരു ടൈമിൽ ഈ 3 പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് നിലനിർത്തി നോക്കി. അതായത് ഒരു 3 ദിവസം മാത്രം ചൊല്ലി നിർത്തി വെക്കുക, അങ്ങനെ രൂപത്തിലല്ല കേട്ടോ പറയുന്നത്. ദിവസമായിട്ടും എന്തൊക്കെ തരത്തിലുള്ള കാര്യം നിങ്ങളെ മനസ്സിൽ പ്രയാസമുണ്ട് അതൊക്കെ അള്ളാഹ് കാണുന്നുണ്ട്. അള്ളാഹ് ഓരോന്ന് നമ്മൾ അള്ളാഹിനോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ 3 കാര്യം എന്തൊക്കെയാണ്? അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ യാസീൻ നിർബന്ധമായിട്ടും മഗ്‌രിബിൻ്റെ ശേഷം തന്നെ ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ട് ഓതിക്കോളി. എല്ലാം വിജയത്തിലെത്തും, എല്ലാം റാഹത്തിലാവും. നിങ്ങൾ തൊടുന്നതെല്ലാം അള്ളാഹ് പൊന്നാക്കി തരും. ഏത് വഴി കൂടെയാണ് നിങ്ങൾ പോകുന്നത് ആ വഴി അള്ളാഹ് തുറന്നു തരും, ഹലാലായിട്ടുള്ള വഴിയാക്കി തരും. അതേപോലെ നിങ്ങളെ ഭർത്താവ് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട്, നിങ്ങളങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇനി മുതൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാനൊരു യാസീൻ ഓതുന്നവരാണ് എല്ലാവരും. എനിക്കറിയാം നിങ്ങളെല്ലാവരും യാസീൻ, അള്ളാൻ്റെ ഹബീബിലേക്ക് യാസീൻ ഓതുന്നവരും സ്വലാത്ത് ചൊല്ലുന്നവരും ഒക്കെയാണ്. ആരെങ്കിലും ഒരാൾ ഓതാത്തവരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും യാസീൻ ഓതുന്നവരും അള്ളാഹുവിൻ്റെ മുത്ത് റസൂലിനെ സ്നേഹിക്കുന്നവരുമാണ്, എനിക്കറിയാം. കാരണം റബീഉൽ അവ്വൽ മാസത്തിൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ ഒരുപാട് ഉമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് കൂടുതൽ പേരും. ഇനി ആരെങ്കിലും ഇല്ലാത്തവരാണ് എങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. അള്ളാൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ അതെങ്ങനെ ഓതണം? ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ വിളിച്ചിട്ട് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓതുക.
ആ യാസീൻ ഓതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഫ്രീ എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ആ ഒരു ടൈമിന് മഗ്‌രിബിൻ്റെ സമയത്ത് തന്നെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണമെന്നില്ല കേട്ടോ. ഇനി ളുഹറിൻ്റെ സമയത്തോ മഗ്‌രിബിൻ്റെ സമയത്തോ സുബഹിൻ്റെ സമയത്തോ ഇഷാൻ്റെ സമയത്തോ അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വീട്ടിലെ സൗകര്യത്തിനനുസരിച്ച്, നമ്മളൊക്കെ സ്ത്രീകളാണ്, ഞാനടക്കം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ് അല്ലേ. മക്കളെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അതൊക്കെ ഒരു ഒഴിവ് കിട്ടുന്നൊരു സമയത്തായിട്ട് ഇതിനായിട്ടൊരു സമയം കണ്ടെത്തി അതിന് മെനക്കെടണം എന്നല്ല, ഒരു ഫ്രീ ആയിട്ടുള്ള നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമിൽ അത് സ്വലാത്തുൽ ഫാത്തിഹ എപ്പോൾ ചൊല്ലിയാലും മതി, 33 തവണ അല്ലെങ്കിൽ ഒരു 11 തവണയെങ്കിലും. അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫത്തഹ് ഒരൊറ്റ തവണ, ഇനി 3 തവണക്ക് ഓതിയാൽ അത്രക്കും നല്ലത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് നിങ്ങൾ ചൊല്ലുക. ഈ 3 കാര്യങ്ങളും, നിങ്ങൾ കടങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ആളാണ്, അതുപോലെ മറ്റൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, ഒരു വഴി മുന്നിൽ കാണുന്നില്ല, എന്താ ഇനി ചെയ്യുക എന്നറിയില്ല, ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള വഴി അള്ളാഹ് തുറന്നു നൽകും. ഇതിപ്പോൾ ഇന്ന് തന്നെ നിങ്ങളിപ്പോൾ ഇത് ചൊല്ലി നാളെ തന്നെ ആ വഴി അള്ളാഹ് തുറക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങളും അള്ളയുമായിട്ടുള്ള ആ ഒരു അടുപ്പം പോലെ ഇരിക്കും. കാരണം നിങ്ങളിത് അത്രക്കും മനസ്സോട് കൂടിയിട്ടും അള്ളാഹുവിലേക്ക് വിശ്വസിച്ച് എനിക്കിതിൽ പ്രതീക്ഷയുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുന്നുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫത്തഹ് ഞാൻ പതിവായി ഓതുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റേതായ മഹത്വം അനുസരിച്ച് ഇതൊക്കെ ഓതിയാലുള്ള പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും അതൊക്കെ ഉദ്ദേശിച്ച് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിയത്താക്കി ചൊല്ലുമെന്ന് തീരുമാനിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യം അള്ളാഹ് റാഹത്തിലാക്കി തരും ഇൻഷാ അള്ളാഹ്, അത് ഉറപ്പാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച അടുപ്പിച്ച് മനസ്സിൽ ഭയങ്കര ടെൻഷൻ വെച്ച് അള്ളാഹുവിലേക്ക് അള്ളാഹിനെ മനസ്സിലോർത്ത്, അല്ലെ അള്ളാഹ് എൻ്റെ മുന്നിലുണ്ട്, അള്ളാഹ് ഞാൻ കാണുന്നുണ്ട്, അള്ളാഹിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഇത് ഓതുന്നത്, അള്ളാഹിൻ്റെ മുന്നിലിരുന്നിട്ടാണ് ഞാൻ ഈ സൂറത്തിൽ ഫത്തഹ് ഞാൻ നിയ്യത്താക്കി ഓതുന്നത്, അല്ലെ അള്ളാഹിൻ്റെ മുത്ത് റസൂലിലേക്ക് ഞാൻ ഓതുന്നത്, അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് എൻ്റെ മുന്നിലുണ്ട്, അങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക. നല്ല വിശ്വാസത്തോടെ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ നിയത്താക്കി ഓതിക്കോളി. ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ മാസങ്ങളോളം, ചിലപ്പം വർഷങ്ങളോളം ക്ഷമ വേണം. ആ 2 അക്ഷരം നമുക്ക് വേണം. ആ ഒരു ക്ഷമയോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നല്ല പ്രതീക്ഷ വെച്ച് നിയ്യത്താക്കി വെച്ചോളി. ഇൻഷാ അള്ളാഹ് ഈത്ത പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യും. പറഞ്ഞ് മനസ്സിലായില്ലേ? ആദ്യം അത് ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ നിങ്ങളെല്ലാവരും ഓതുന്നവരായിരിക്കും. കാരണം ഞാൻ ഒരുപാട് മുന്നേ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതണമെന്ന്. ആ യാസീൻ ഓതി പിന്നെ ഈ സ്വലാത്തുൽ ഫാത്തിഹ എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് ആ ടൈമിലായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ഓതുക. പിന്നെ സൂറത്തുൽ ഫത്തഹും അതുപോലെ മഗ്‌രിബിൻ്റെ സമയത്ത് തന്നെ ഓതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമയത്തായിട്ട് നിയ്യത്താക്കിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് നിയ്യത്താക്കി ഓതട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെ കടം അള്ളാഹ് വീട്ടി തരും. ഹലാലായിട്ടുള്ള മാർഗം, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം. ഞാൻ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് ദിക്റുകളെ കുറിച്ച്. അതിമഹത്തായിട്ടുള്ള 3 ദിക്റിനെ കുറിച്ചാണ് ഞാൻ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്. അതും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. ആത്മാർത്ഥതയോട് കൂടി മനസ്സിൽ നല്ല വിശ്വാസത്തോടെയും ഇഖ്ലാസോട് കൂടിയിട്ടും നിയ്യത്താക്കി ചെയ്തു നോക്കുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നമ്മളെല്ലാവരുടെയും മുന്നിൽ അള്ളാഹ് കാണിച്ചു തരട്ടെ. തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും, ഉറപ്പാണ്. നല്ല മനസ്സോടെയും അതേപോലെ തന്നെ മനസ്സിൽ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് നിയ്യത്താക്കി ഓതാൻ നോക്കുക. അള്ളാഹുവെ, ആരൊക്കെയാണോ ഇത് നിയ്യത്താക്കി ചൊല്ലാനും ഓതാനും പോകുന്നത്, റബ്ബെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ലാ. നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ഓതാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റി ഞങ്ങളൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.